ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ഷേത്രത്തിലെ ബലിക്കല്ലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ബലിക്കല്ലിൽ ചവിട്ടാതെ നോക്കേണ്ടത് ഭക്തന്റെ കടമയാണ്. ക്ഷേത്രശാസ്ത്രത്തിന്റെ മുഖ്യ ഭാഗമാണ് ബലിക്കല്ലുകൾ. അവയിൽ അറിയാതെ ചവിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ ഒരു കാരണവശാലും വീണ്ടും അതിൽ തൊട്ട് ശിരസിൽ വെക്കാൻ പാടില്ലെന്ന് ആചാര്യന്മാർ വിലക്കിയിട്ടുണ്ട്. ബലിക്കല്ലിൽ ചവിട്ടുന്നത് വലിയ തെറ്റായിരിക്കെ അതിൽ വീണ്ടും കൈ കൊണ്ട് തൊട്ട് ശിരസിൽ വെക്കുന്നത് അതിലും വലിയ തെറ്റും പാപവുമാണ്. അറിയാതെ ബലിക്കല്ലിൽ ചവിട്ടിപ്പോയാൽ പ്രായശ്ചിത്തമായി കാണുന്ന മന്ത്രം 3 പ്രാവശ്യം ജപിക്കണം. ഈ മന്ത്രം ജപിച്ചാൽ അറിയാതെ ചെയ്ത അപരാധം നീങ്ങുമെന്നാണ് വിശ്വാസം. ആ മന്ത്രം ഇങ്ങനെയാണ്: കരചരണകൃത്യം വാ, കായജം കർമ്മജം വാ, ശ്രവണ നയനജം വാ, മാനസം വാപരാധം, വിഹിതമവിഹിതം വാ, സർവമേത തത്ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഈ മന്ത്രം ജപിച്ചാൽ അറിയാതെ ചെയ്ത അപരാധം നീങ്ങുമെന്നാണ് വിശ്വാസം. ദേവചൈതന്യത്തിൻ്റെ വികാരങ്ങളുടെ മൂർത്തികളാണ് ശ്രീകോവിലിനു ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന ബലിക്കല്ലുകളെ സങ്കല്പിക്കുന്നത്. ഒരു കല്ലിൽ നിന്നും ശക്തി മറ്റൊരു ബലിക്കല്ലിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ ദേവവിഗ്രഹത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ശക്തി മുറിയാൻ ഒരിക്കലും ഇടവരാൻ പാടില്ല. എന്നാൽ നടവഴിയിലൂടെ ഭക്തർക്ക് സഞ്ചരിക്കാം. കാരണം നടവഴിയിലൂടെ ദേവചൈതന്യ പ്രവാഹം നിരന്തരം പുറത്തേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു.